ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് ഒരു കിടിലൻ പ്രൊജക്റ്റായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കൊച്ചി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നൊരു പ്ലേസാണ് തിരുവല്ല. അപ്പോൾ തിരുവല്ലയിൽ ഒരു നല്ല പ്രൊജക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ നാളായിട്ട് നമ്മൾ വെയിറ്റിംഗ് ആയിരുന്നു. ഒരു നല്ല ഓപ്ഷൻ വരുമ്പോൾ മാത്രമാണ് അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാറുള്ളൂ. തിരുവല്ലയിലെ ഏറ്റവും ലീഡിംഗ് ബിൽഡറായിട്ടുള്ള പുഷ്പഗിരിയിൽ ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിൻ്റെ സാൻഡോ സിറ്റി എന്ന് പറഞ്ഞ ടൗൺഷിപ്പ് പ്രൊജക്റ്റിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ നമ്മൾ കവർ ചെയ്യുന്നത്. 4.35 ഏക്കേഴ്സിൽ 53 വില്ലകളും 43 അപ്പാർട്ട്മെൻറ്റ്സും വരുന്നൊരു പ്രൊജക്റ്റാണിത്. എനിക്ക് തോന്നുന്നത് തിരുവല്ലയിലെ തന്നെ ആദ്യത്തെ ഇൻ്റഗ്രേറ്റഡ് ടൗൺഷിപ്പ് പ്രൊജക്റ്റാണിത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷനാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആഞ്ഞിലിത്താനം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു പ്രോജക്റ്റ് ഇരിക്കുന്നത്. ഈ ഒരു പ്രോജക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ലൊക്കേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തിരുവല്ലയിലത്തെ എല്ലാ മേജർ സ്പോട്ടിലേക്കും നമുക്കൊരു 10 to 15 മിനിറ്റ്സിൽ എത്തിച്ചേരാൻ പറ്റുന്ന അത്ര നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് നമ്മുടെ ഈ ഒരു പ്രോജക്റ്റ് ഇരിക്കുന്നത്. തിരുവല്ല എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു മേജർ ലാൻഡ്മാർക്കാണ് നമ്മുടെ ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിലേക്ക് നമ്മുടെ ഈ ഒരു പ്രോജക്റ്റിൽ നിന്ന് 10 മിനിറ്റ് ഡ്രൈവാണ് വരുന്നത്. അതുപോലെ പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ, സ്കൂൾസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ചോയ്സ് സ്കൂള്, മർത്തോമ കോളേജ് ആൻഡ് സ്കൂള്, ബിലീവേഴ്സ് റെസിഡൻഷ്യൽ സ്കൂള്, ഇതെല്ലാം നമുക്ക് ഈ ഒരു പ്രോജക്റ്റിൽ നിന്ന് ഒരു 10 to 15 മിനിറ്റ്സ് ഡ്രൈവിൽ എത്തിച്ചേരാവുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാണെങ്കിൽ, ഞാൻ പറഞ്ഞിരുന്നു 4.35 ഏക്കേഴ്സിൽ 53 വില്ലകളും 43 അപ്പാർട്ട്മെൻറ്റ്സും വരുന്ന ഒരു പ്രോജക്റ്റാണിത്. അപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 11 ഫ്ലോർസ് വരുന്ന ഒരു അപ്പാർട്ട്മെൻറ്റ് പ്രോജക്റ്റാണ്. അപ്പോൾ ആദ്യം നമുക്ക് വില്ലയുടെ ഡീറ്റെയിൽസ് നോക്കാം. വില്ലയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇനി 7 വില്ലകളും കൂടിയാണ് ഈ ഒരു പ്രോജക്റ്റിൽ നമുക്ക് കൊടുക്കാനുള്ളത്. 3.5 സെൻറ്റ്സ് തൊട്ട് 7 സെൻറ്റ്സ് വരെയാണ് നമുക്ക് ലാൻഡ് എക്സ്റ്റൻഷൻ വരുന്നത്. 1521 സ്ക്വയർ ഫീറ്റ് തൊട്ട് 3000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വില്ലകൾ ഇവിടെ അവൈലബിൾ ആണ്. 3 BHK 4 BHK ഓപ്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ ഒരു പ്രൈസിംഗ് എന്ന് പറയുന്നത് നമുക്കൊരു 83 lakhs തൊട്ട് 1.75 CR വരെയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ 7 വില്ലകളാണ് കൊടുക്കാനുള്ളതെന്നുള്ളത്. 53 വില്ലയിൽ ബാക്കി എല്ലാ വില്ലകളും സോൾഡ് ഔട്ടാണ്. ചില വീടുകളിലൊക്കെ നമുക്ക് അവിടെ കസ്റ്റമേഴ്സൊക്കെ താമസവും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ 7 വില്ലകളിൽ ഒരു വില്ല നമുക്ക് റെഡി ടു മൂവിനാണ്. അത് നമ്മൾ ഫുള്ളി ഫേർണിഷ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. 4.5 സെൻറ്റ്സിൽ 2100 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു 3 BHK ആണിത്. അതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 1.35 CR ആണ്. ആ ഒരൊറ്റ വില്ലയാണ് നമുക്കിതിൽ റെഡി ടു മൂവ് ഇൻ പൊസിഷനിൽ കിടക്കുന്നത്. അത് ബിൽഡർ തന്നെ നല്ല രീതിയിൽ ഇൻറ്റീരിയറൊക്കെ ചെയ്താണ് ഇട്ടിരിക്കുന്നത്. ബാക്കിയുള്ള വില്ലകളുടെ എല്ലാം വർക്ക് ഓൺ ഗോയിങ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഇനി അപ്പാർട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ നമുക്ക് 11 ഫ്ലോർസ് ഉള്ള അപ്പാർട്ട്മെൻറ്റ് ബിൽഡിംഗ് ആണ് വരുന്നത്. അതിൽ ബേസ്മെൻറ്റും ഗ്രൗണ്ടും നമുക്ക് ഫുൾ പാർക്കിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. 1 to 9 ഫ്ലോർസ് ആണ് പിന്നെ നമുക്ക് വരുന്നത്. അതിൽ 9th ഫ്ലോറിൽ നമുക്ക് 3 പെൻറ്റ് ഹൗസ് ആണ് വരുന്നത്. 1050 സ്ക്വയർ ഫീറ്റ് തൊട്ട് 2200 സ്ക്വയർ ഫീറ്റ് വരുന്ന പെൻറ്റ് ഹൗസ് ആണ്. ഇത് 3ഉം നമുക്ക് സോൾഡ് ഔട്ട് ആണ്. പിന്നെ നമുക്ക് വരുന്നൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് 2 and 3 BHK ആണ്. അത് നമുക്ക് 1st ഫ്ലോർ തൊട്ട് 8th ഫ്ലോർ വരെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി അവൈലബിലിറ്റി ഉള്ളത് ഈ 2 and 3 BHK ഓപ്ഷൻസിലാണ്. അപ്പോൾ 2 BHK എന്ന് പറയുന്നത് 930 സ്ക്വയർ ഫീറ്റ് തൊട്ട് 1290 സ്ക്വയർ ഫീറ്റ് വരെയാണ് വരുന്നത്. 3 BHK എന്ന് പറയുന്നത് നമുക്ക് 1672 സ്ക്വയർ ഫീറ്റ് തൊട്ട് 1690 സ്ക്വയർ ഫീറ്റ് വരെയാണ് വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള 2 and 3 BHK ഓപ്ഷനാണ് നമുക്കിതിൽ വരുന്നത്. ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് ഒരു നല്ലൊരു ഘടകമായിട്ട് എനിക്ക് തോന്നി. കാരണം തിരുവല്ല പോലത്തെ ഇത്രയും വലിയൊരു ടൗണിൽ ഇത്രയും വലിയൊരു പ്രോജക്റ്റിൻ്റെ ഉള്ളിൽ അപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റിംഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 39.9 lakhs തൊട്ടാണ്. അത് നമുക്ക് 72 lakhs വരെയാണ് അതിൻ്റെ
ഇതിൻ്റെ ഒരു പ്രൈസിങ് വരുന്നത്. അപ്പാർട്ട്മെൻറ്റ്സിൽ നമുക്ക് ഈ ഒരു 43 യൂണിറ്റ്സിൽ ഇനി നമുക്കൊരു 25 യൂണിറ്റ്സും കൂടിയാണ് അവൈലബിലിറ്റി ഉള്ളൂ. അത് നമുക്ക് 2ഉം 3ഉം മാത്രമേ ഉള്ളൂ. പെൻറ്റ് ഹൗസ് എല്ലാം നമുക്കതിൽ സോൾഡ് ഔട്ട് ആണ്. അപ്പോൾ ഇതിലിപ്പോൾ ശരിക്കും പറഞ്ഞാൽ അപ്പാർട്ട്മെൻറ്റ് എടുക്കുന്ന ഒരാളുടെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ 39.9 lakhs ഇത്രയും വലിയൊരു ഇൻറ്റഗ്രേറ്റഡ് ടൗൺഷിപ്പ് പ്രോജക്റ്റിൻ്റെ ഒരു ഭാഗമാവാനായിട്ട് പറ്റും. അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. കാരണം ഇത്രയും നല്ല വില്ലകൾ വരുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ ഈ ഒരു പ്രൈസിങ്ങിന് അതിൻ്റെ ഒരു ഭാഗമാവാം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് ഈ ഒരു പ്രോജക്റ്റിൽ ഫീൽ ചെയ്തായിരുന്നു. തിരുവല്ലയിൽ തന്നെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ബിൽഡേഴ്സിൽ ഒരാളാണ് നമ്മുടെ ഈ പുഷ്പഗിരിയിൽ ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി എനിക്ക് തോന്നിയിരിക്കുന്നത് അവർ ഈ വില്ല പ്രോജക്ട്സ് ചെയ്യുന്നതിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരു ബിൽഡറാണ്. അപ്പോൾ അവരുടെ ഏറ്റവും നല്ലൊരു പ്രോജക്റ്റാണ് ഈ സാൻഡോ സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടൗൺഷിപ്പ് പ്രോജക്റ്റ്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഇനി ഒരു സ്പെക്കിലേക്ക് വരാണെങ്കിൽ ഏറ്റവും ബ്രാൻഡഡ് ആയിട്ടുള്ള സ്പെക്കാണ് അവർ ഈ ഒരു പ്രോജക്റ്റിൽ കൊടുത്തിരിക്കുന്നത്. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ റെഡ് ബ്രിക്ക് കൺസ്ട്രക്ഷൻ ആണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇപ്പോൾ നിങ്ങൾ സൈറ്റിൽ ചെല്ലുകയാണെങ്കിൽ നമുക്ക് കൺസ്ട്രക്ഷൻ്റെ ഓരോ സ്റ്റേജും കാണാവുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ ആ ഒരു സൈറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സീയിങ് ഈസ് ബിലീവിങ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലാണ് നമ്മുടെ ഈ ഒരു പ്രോജക്റ്റ് ഉള്ളത്. ഇപ്പം നമ്മൾ വില്ലകളൊക്കെ ആണെങ്കിലും ഈ ഞാൻ പറഞ്ഞു ഒരു വില്ലയാണ് നമുക്കതിൽ റെഡി ടു മൂവിനായിട്ട് വരുന്നത്. അപ്പോൾ അതൊക്കെ നല്ല നീറ്റായിട്ടാണ് അവർ ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടിരിക്കുന്നത്. ബാക്കി വില്ലകളുടെ ഒക്കെ വർക്ക് ഓൾറെഡി അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് കാണാൻ പറ്റും എന്തൊക്കെ ക്വാളിറ്റി അതുപോലെ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഈ ബിൽഡർ ഉപയോഗിക്കണമെന്നൊക്കെ കാണാൻ പറ്റുന്ന ഒരു സ്റ്റേജിലാണ് ഈ ഒരു പ്രോജക്റ്റ് ആക്ച്വലി ഇരിക്കുന്നത്. ഇനി ഒരു പ്രോജക്റ്റിൻ്റെ ലീഗൽ സൈഡ് നോക്കുകയാണെങ്കിൽ എല്ലാ ലീഡിംഗ് ബാങ്കും ഈ ഒരു പ്രോജക്റ്റ് അപ്രൂവ്ഡ് ആണ്. അതുപോലെ തന്നെ റെറ അപ്രൂവ്ഡ് ആണ്. പിന്നെ ഇതിൻ്റെ ഒരു നമ്മൾ എടുത്തു പറയേണ്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബിൽഡറുടെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓൺ ടൈം ഡെലിവറി കറക്റ്റായിട്ട് ചെയ്യുന്നൊരു ബിൽഡറാണ്. 2026 എൻഡോടുകൂടിയാണ് ഈ മൊത്തം പ്രോജക്റ്റ് അവർ കംപ്ലീഷൻ പറയുന്നത്. അതായത് അപ്പാർട്ട്മെൻറ്റും എല്ലാം അടക്കം. പക്ഷേ വില്ലകളുടെയൊക്കെ ഇപ്പം ഓൾമോസ്റ്റ് ആൾക്കാരൊക്കെ താമസം തുടങ്ങിയപ്പോൾ വില്ലകളുടെയൊക്കെ ഇൻഡിവിജ്വൽ ഹാൻഡിങ് ഓവർ ആയിരിക്കും വരുന്നത്. മൊത്തം പ്രോജക്റ്റിൻ്റെ ഒരു കംപ്ലീഷൻ പറയുന്നത് 2026 എൻഡോടുകൂടിയാണ്. ഇനി നമ്മൾ ഈ ഒരു പ്രോജക്റ്റിൻ്റെ അമ്യൂണിറ്റീസിലേക്ക് വരുവാണെങ്കിൽ 4.35 ഏക്കേഴ്സിൽ ഏകദേശം 1.25 ഏക്കർ ഓപ്പൺ ഏരിയ ആണ് ഇൻക്ലൂഡിങ് റോഡ്. അപ്പോൾ റോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എൻട്രൻസ് തൊട്ട് അപ്പാർട്ട്മെൻറ്റിൻ്റെ ആ ഒരു ബ്ലോക്ക് വരെ നമുക്ക് 7 മീറ്റർ വൈഡ് റോഡാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ അങ്ങോട്ട് 5 മീറ്റർ വൈഡ് റോഡ്സ് ആണ് വരുന്നത്. ഇനി അപ്പാർട്ട്മെൻറ്റ് ആ ഒരു പ്രൊജക്റ്റിൽ തന്നെ ഒരു ജിമ്മ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുട്ടികളുടെ ഒരു പ്ലേ ഏരിയ വരുന്നുണ്ട്. അത് കൂടാതെ 6000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ക്ലബ് ഹൗസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അതായത് വില്ല എടുത്തവർക്കും അപ്പാർട്ട്മെൻറ്റ് എടുത്തവർക്കും എല്ലാം നമുക്ക് ഈ ഒരു ക്ലബ് ഹൗസ് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ഏകദേശം 20+ അമ്യൂണിറ്റീസ് ഈ ഒരു ക്ലബ് ഹൗസിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്വിമ്മിംഗ് പൂളുണ്ട്, ബാഡ്മിൻ്റൺ കോർട്ട് വരുന്നുണ്ട്, ജിമ്മ്, അതുപോലെ ഇൻഡോർ ഗെയിംസ്, മൾട്ടിപർപ്പസ് ഹാള്. അതായത് ഒരു പ്രീമിയം കമ്മ്യൂണിറ്റിക്ക് ആവശ്യമായിട്ടുള്ള ഒത്തിരി അമ്യൂണിറ്റീസ് ഈ ഒരു പ്രോജക്റ്റിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് 20+ അമ്യൂണിറ്റീസ് ഉള്ളതുകൊണ്ട് ഞാൻ ഓരോന്നും എടുത്തെടുത്ത് പറയുന്നില്ല. ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം എന്തൊക്കെ അമ്യൂണിറ്റീസും കാര്യങ്ങളുമാണ് ഈ ഒരു പ്രോജക്റ്റിൽ വരുന്നതെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ നമ്മൾ തിരുവല്ലയിലുള്ള സാൻഡോ സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ടൗൺഷിപ്പ് പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് കാണിച്ചത്. ഒത്തിരി പേര് നമുക്ക് തിരുവല്ല ഓപ്ഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ച് വിളിക്കാറുണ്ട്. അപ്പോൾ നല്ലൊരു ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ബിൽഡറുടെ ഒരു പ്രോജക്റ്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുമായിരുന്നു. നല്ലൊരു ഓപ്ഷൻ കിട്ടുമ്പോൾ മാത്രമാണ് നമ്മളത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാറുള്ളൂ. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ ഫർദർ അതിൻ്റെ സൈറ്റ് വിസിറ്റ്സ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. ഇനിയും ഇതുപോലത്തെ നല്ല നല്ല പ്രോജക്ട്സ് വരുമ്പോൾ നമ്മൾ തിരുവല്ലയും കോട്ടയവും അതുപോലെ തിരുവനന്തപുരം ഒക്കെ നല്ല നല്ല പ്രോജക്ട്സ് ആയിട്ട് ഇനിയും നമ്മൾ വരും. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.